വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങയിലയും മുട്ടയും കൂടെ ചേർത്തുള്ളൊരു തോരൻ. മുരിങ്ങയിലയുടെ പോഷകഗുണങ്ങളൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. ഒരുപാട് ഫൈബറുകളും ഒരുപാട് വൈറ്റമിൻസും ഒക്കെ അടങ്ങി നല്ലൊരു ഇലക്കറിയാണ് കേട്ടോ മുരിങ്ങയില. അതുപോലെ മുട്ടയാണെങ്കിലും നല്ല പ്രോട്ടീൻ അടങ്ങിയ നല്ലൊരു സൂപ്പർ ഫുഡാണ് മുട്ട. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കുമേ. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ബൗളിന് നല്ല മുരിങ്ങയില എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള ഇലയാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് യാതൊരുവിധ വിഷാംശവും ഒന്നുമില്ലാതെ നമുക്ക് വളരെ ധൈര്യമായിട്ട് കുട്ടികൾക്കുൾപ്പെടെ കൊടുക്കാവുന്ന നല്ലൊരു ഇലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതും മുട്ടയും കൂടെ ചേർത്തൊരു തോരനാണ്. അതിനകത്ത് ഇതുപോലൊരു ബൗളിനകത്ത് ഒരു ബൗള് മുരിങ്ങയിലയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് രണ്ട് മുട്ട മതി ഇത്രയും മുരിങ്ങയിലയ്ക്ക്. പിന്നെ ഇതിൻ്റെ ആ ഒരു കമ്പും എല്ലാം കളഞ്ഞ് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇതൊരു 2-3 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ നമ്മൾ ആഡ് ചെയ്യണേ. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുത്താൽ മതി. തോരനൊക്കെ അരയ്ക്കത്തില്ലേ, അതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഈ മുട്ടയ്ക്കകത്തോട്ട് നമ്മൾ കുരുമുളകും കൂടെ ചേർക്കണേ. ഒരു സ്വല്പം കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ മതിയേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഉപ്പ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ അരപ്പിൻ്റെ കൂട്ടത്തിൽ ഉപ്പിടുമല്ലോ. അപ്പോൾ പിന്നെ അഡീഷണൽ നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ ഉപ്പ് കൂടിയാലോ, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനൊന്നും ഉപ്പ് കൂടരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതിയേ. പതഞ്ഞൊന്നും വരണ്ട. ജസ്റ്റ് ഇങ്ങനെ ആ മഞ്ഞയും വെള്ളയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് എങ്ങനെ നമുക്ക് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മളൊന്ന് സിമ്മിലേക്ക് ആക്കിയേക്കണേ ഫ്ലെയിം. എന്നിട്ട് ഇതുപോലെ ചതച്ചെടുക്കാവുള്ളേ. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കത്തില്ല. വെറുതെ ആ തേങ്ങയും ജീരകവും പച്ചമുളകും എല്ലാം ഇട്ട് വെറുതെ ഒന്ന് കറക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടും. എന്നിട്ട് ഈ അരപ്പൊന്ന് ഞാൻ സിമ്മിലാക്കിയേക്കുക ഫ്ലെയിമേ. അരപ്പൊന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറണേ. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു സ്വല്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു തോരനാണ് കേട്ടോ. നമുക്കെപ്പോഴും ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ചില കുക്കിംഗ് ഒക്കെ അങ്ങനെയാണ്. പക്ഷേ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, ഓഫീസിലൊക്കെയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് രാവിലെ ചെയ്തെടുക്കാൻ പറ്റുന്ന തോരനാണ് ഇത്. തലേന്ന് ആ ഒരു ഇലയൊക്കെ ഒന്ന് പിച്ചി വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. കുറച്ച് ഉപ്പേ ചേർക്കാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമ്മൾ രണ്ടാമത് ചേർക്കുകയോ ചെയ്യാവുള്ളൂ. കാരണം ഉപ്പ് കൂടിയാൽ കറിയുടെ ടേസ്റ്റ് മൊത്തം പോകും കേട്ടോ. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഉപ്പ് ശ്രദ്ധിച്ചിടേണ്ട കാര്യമാണ്. ഇനിയിപ്പം നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന ഇലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇല പെട്ടെന്നങ്ങ് വാടും. നമ്മൾ വിചാരിക്കുമോ ഇതിപ്പോൾ നിറച്ചുണ്ടല്ലോ എന്ന്. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ വാടി ഒന്നും അല്ലാതായി പോവും. അപ്പോൾ ഇലക്കറികളൊക്കെ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണം. ഇതിപ്പോൾ ഞാൻ 2 മുട്ടയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇത്രയും ഇല മതി. ഇല കൂടുമ്പോഴേ നമ്മൾ അതിനനുസരിച്ച് മുട്ടയും കൂടെ ചേർക്കാൻ നോക്കണം. എന്നാലേ ആ മുട്ടയുടെയും കൂടെ ടേസ്റ്റ് നന്നായിട്ടിങ്ങനെ വരത്തുള്ളേ. നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ. അപ്പോൾ ചെറിയ ടിപ്സൊക്കെ ഇടയ്ക്ക് പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫുള്ള് അറിയാൻ പറ്റുമല്ലോ. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലതും നമ്മൾ പറയുന്നത് മനസ്സിലാകത്തില്ല. കണ്ടോ, ഇലയങ്ങ് വാടിയങ്ങ് ഒന്നും അല്ലാതായി പോകും. ഇനിയിപ്പോൾ നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇലയൊന്ന് കുക്കാകണമല്ലോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ബാക്കി നോക്കാവേ. നമ്മളിപ്പോൾ ഈ ഇല ഇവിടെ അടച്ച് വെച്ചിട്ട് 2 മിനിറ്റായേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വാടി ഇലയൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അത് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ തോരൻ റെഡിയാക്കാവേ. കണ്ടോ, അത്രയും ഇലയിട്ടിട്ട് വളരെ കുറച്ചായി പോയി അല്ലേ. ഈ മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനമാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഒട്ടും വിഷമോ അങ്ങനെയുള്ള, ഇപ്പം പല വെജിറ്റബിളിനകത്തും ഇല്ലേ കേടാകാതിരിക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്തൊക്കെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാകുന്ന തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ കുക്ക് ചെയ്താൽ ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും ആരോഗ്യത്തോടെ
ഇരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനകത്ത് ഈ ബ്ലഡൊക്കെ കുറവുള്ള ആൾക്കാരുണ്ടല്ലോ, ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഈ മുരിങ്ങയില തോരൻ വെച്ച് കഴിക്കുന്ന കൂട്ടത്തിൽ ഈ മുട്ടയും കൂടെ ചേർത്താണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാകുമേ. ഇനിയുണ്ടല്ലോ, നമുക്ക് ഇതിനകത്തേക്ക് ഈ മുട്ട നന്നായിട്ട് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്, മുട്ടയും കുരുമുളകും കൂടെ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഈ നടുക്കോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഓഫീസിൽ പോകുന്നവർക്കും സ്കൂള് കോളേജൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ഫുഡ് ഐറ്റമാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി സിമ്മിൽ വെച്ചേക്കുമായിരുന്നു ഞാൻ ഇത്രയും നേരമേ. അപ്പോൾ ഇനിയിപ്പം ഈ മുട്ട ഒഴിച്ച് കഴിയുമ്പോൾ ഒരു സ്വല്പം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണേ. അപ്പോഴത്തേനും അത് ഇങ്ങനെ കിടന്ന് കുക്കായി വന്നോളൂ. നമ്മൾ മുട്ട എടുത്തപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നേ. ഈ അരപ്പിനകത്ത് ഉപ്പുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊന്ന് അവസാനം മിക്സ് ആയതിന് ശേഷം ഉപ്പ് നോക്കാം. കുറവുണ്ടെങ്കിൽ അന്നേരം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണേ. ഈ ഫൈബർ കണ്ടൻ്റ് ഒക്കെ അടങ്ങിയ ഫുഡ് എപ്പോഴും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നന്നായിട്ട് ഈ ചോറൊക്കെ കുറച്ചിട്ട് ഇതുപോലത്തെ ഫൈബർ കൂടുതൽ അടങ്ങിയ ഇലക്കറികളും ഒക്കെ കഴിക്കുന്നത് അവർക്ക് ഒരുപാട് നല്ലതാണ് ഹെൽത്തിന്. ആ മുട്ട നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്ത് പെട്ടെന്നല്ലേ തോരനായത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കുറേ കറികളുടെ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കുക്ക് ചെയ്ത് നോക്കണം. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നോക്കിയിട്ട് നന്നായിട്ടുണ്ട്, ഈസിയാണ്, വളരെ ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആണെങ്കിലും വരാറുണ്ട് കേട്ടോ. അവരതൊക്കെ ട്രൈ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം എന്നെ. ഈ ഇലയും ഈ മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേനുണ്ടല്ലോ ഇതിനകത്ത് ആ ഒരു ചെറിയ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ, അതെല്ലാം അങ്ങ് പൊക്കോളൂ ഈ സമയത്ത്. ആ മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഉണ്ടല്ലോ, ആ വലിപ്പത്തിൽ കിടക്കുന്നതൊക്കെ കുറച്ചൊന്ന് കട്ടായി ഇതുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരുവേ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും നോക്കിക്കോണേ. കണ്ടോ എന്ത് പെട്ടെന്നാ മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് നിർത്തിയിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റിയാൽ മതി. നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അല്ലേ. മുട്ടയും പിന്നെ ഈ മുരിങ്ങയിലയും കൂടെ ചേരുമ്പോൾ ഉണ്ടല്ലോ നല്ല ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലൊരു ഫുഡാണേ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്യണം. ഒരുപാട് ടൈം എടുത്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമുക്കൊരു ക്ഷീണം തോന്നും അല്ലേ. ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു മടിയൊക്കെ തോന്നല്ലേ. ആ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും, എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്